തുറക്കുന്ന ടൈമിലേക്ക് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ മുട്ട അടുക്കിന്റെ റെസിപ്പി നോക്കാം. ഇതിലേക്കുള്ള ഫില്ലിംഗ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് ചൂടായ പാനിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിന്റെയും 1 ടീസ്പൂണോളം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു കപ്പോളം ചിക്കൻ ഒന്ന് പിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ്. പിന്നെ 2 ടീസ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 3 കോഴിമുട്ടയും ഒരു കപ്പോളം മൈദയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ എടുത്ത് കണ്ട് ചില്ലി ഫ്ലേക്സും 2 ടീസ്പൂണോളം മല്ലിയിലെ ചെറുതായിരുന്നു കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ. ഇനി ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്ത് അതിന്റെ താഴ്ഭാഗത്ത് നെയ്യും സ്പ്രെഡ് ആക്കി കൊടുത്ത് ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫില്ലിംഗ്സ് പകുതിയാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡിലൊക്കെ മാവ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് അതിന്റെ മുകളിലൊക്കെ അങ്ങ് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗത്തും ഒരു തവി മാവ് ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നെയ്യ് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ഫില്ലിംഗ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തോട്ട് വീണ്ടും മറിച്ചു കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് മാവ് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6 അടുക്കായിട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടി പോവാണ്ട്. ലാസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് മാവാക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒന്നും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുട്ട അടിച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം റെസിപ്പി കിച്ചൺ.